ഞാൻ ചോദിക്കുന്ന ഈ സൂപ്പർ സ്റ്റാർസിൻ്റെ മക്കൾ അങ്ങാണ് ആരുടെയെങ്കിലും ചാൻസ് പോയി തട്ടിത്തെറിപ്പിച്ച് കയറി അങ്ങനൊന്നും ഇല്ലല്ലോ. പിന്നെ എൻ്റെ മകന് വേണ്ടി ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറെ ഞാൻ വിളിച്ചിട്ടുണ്ടെന്ന് ഒന്ന് സ്ഥാപിക്കും, ഞാൻ എല്ലാം അവസാനിപ്പിച്ച് വീട്ടിൽ പോകാം. അവിടെയല്ലേ നെപ്പോട്ടിസം വർക്കാവുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ 99 എന്നുള്ള നമ്പറൊക്കെ നിങ്ങൾ എത്ര കണ്ട് വെട്ടിക്കുറയ്ക്കും? ഒരു 99 കുറിച്ച് പറഞ്ഞില്ലേ നേരത്തെ? അതിനകത്ത് എത്ര നമ്പർ വെട്ടിക്കുറയ്ക്കും നിങ്ങൾ? ടെൽ മീ, യു ഓ ആൻ ആൻസർ. അത് നെപ്പോട്ടിസം അല്ലേ? അത് ഹിന്ദുയിസം ഐഡിയോളജിയെ മാത്രമേ എതിർക്കത്തുള്ളൂ. അതിനെക്കുറിച്ചൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ പോയി. എനിക്കറിയത്തില്ല, ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഞാനിപ്പോൾ ആരെങ്കിലും ഇപ്പോൾ വന്ന പ്രൊഡ്യൂസറും ഡയറക്ടറും അതിൻ്റെ കോ ഡയറക്ടറും വന്ന് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, യു കം വിത്ത് ദ മണി, ഐ വിൽ ഡു ദ ഫിലിം. എനിക്ക് ആ സബ്ജക്റ്റ് ഇഷ്ടമാണ്, ഞാനത് ചെയ്യും, അത്രേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ സിനിമയാണ്. എനിക്കറിയത്തില്ല. സുരേഷ് ഗോപി ഇല്ല അതിൽ, അങ്ങനെ ഇല്ലല്ലോ. അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആക്ടറാണ്. ഞാൻ ഉപജീവനം ആക്ടിങ്ങിൽ നിന്ന് നടത്തുന്ന ഒരു ചലച്ചിത്ര അഭിനയ പ്രവർത്തകൻ, അത്രയേ ഉള്ളൂ. സ്ക്രീനിൽ കാണാൻ വളരെ ഇഷ്ടമാണെന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞു കേൾക്കാറുണ്ട്. ചില റോൾസ് കാണുമ്പോൾ അത് ഈ പത്രം, കളിയാട്ടം, കമ്മീഷണർ, കുട്ടപ്പായി, ചില സീൻസ് കാണുമ്പോൾ, അതായത് സ്ഥിരം എന്നെ സിനിമയിൽ കാണുന്നതല്ലാത്ത രീതിയിൽ കുട്ടപ്പായിൽ ഒരുപാട് സീക്വൻസസ് ഉണ്ട്. വാഴുന്നോർ, കുട്ടപ്പായി അല്ല വാഴുന്നോർ, ആ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേരായിപ്പോയി. അതൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും ഭയങ്കര നമുക്കൊരിഷ്ടം തോന്നുക എന്ന് പറയത്തില്ലേ, അത് തോന്നും. അത് വരും. പാപ്പനിൽ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട് അങ്ങനെ ഭയങ്കര, പ്രത്യേകിച്ച് ശരിക്കും സീക്വൻസ് എഴുതി വച്ചിരുന്നത്, നീ നിൽക്ക്, നിൻ്റെ ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞോന്ന് ചോദിച്ചിട്ട് മോളെ വിടുന്നുണ്ടല്ലോ, വിടുന്ന സമയത്ത് അവൾ പോകുമ്പോൾ ശരിക്കും എഴുതി വെച്ചിരുന്ന സീക്വൻസിൽ, നീ നിൽക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ട കാപ്പി ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പറയുന്ന. അപ്പോൾ ഇവൾ തിരിച്ച് പറയുന്ന, ഇല്ല കാപ്പി കുടിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, ഇനി ഒരു 6 മാസത്തേക്ക്. അപ്പോഴത്തേക്കും അപ്പൂപ്പനാവാൻ പോകുന്നു എന്നുള്ള ഒരു, പക്ഷേ അത് ഈ കഞ്ഞി എടുക്കട്ടെ എന്ന് ചോദിക്കുന്നത് ഭയങ്കര തിരിച്ചടിയായതുകൊണ്ട് ചോദിച്ചിട്ട് പറഞ്ഞത്, അത് വേണ്ട, അത് മാറ്റി, കാപ്പിയൊന്നും വേണ്ട എന്നത്. ഇവൾ നടന്നു പോയിട്ട് തിരിച്ച് ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് വന്നിട്ടാണ്. പാപ്പന് സന്തോഷമാവുന്ന ഒരു വാർത്തയുണ്ട്, ഒരു വിശേഷമുണ്ട്, നോക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ സീൻ എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് കണ്ണ് നിറയും. അവര് എന്നെ സഹിക്കുന്നതിന് നല്ല അവാർഡ് കൊടുക്കണം. അല്ലല്ല, അങ്ങനെ ഒറ്റപ്പിടി പടങ്ങളുണ്ട് ഞാൻ പെട്ടെന്ന്. അല്ല, അതുപോലും പറയുകയാണെങ്കിൽ ഞാനൊരു 50 സിനിമയുടെ എങ്കിലും പേര് പറയേണ്ടി വരും, അല്ലെങ്കിൽ അത് ഇൻജസ്റ്റിസ് ആയി പോകും. അതങ്ങനെ തന്നെയാണ്. കമ്മീഷണർ സിനിമയിലെ ഒരു കേന്ദ്രമന്ത്രിയോടാണ് താങ്കൾ ഈ മുഖം, ആ ഒരു ഡയലോഗ് വരുന്നത്. എന്നിട്ട് താങ്കളാണ് ആ റോൾ റിവേഴ്സിലാണ്. ഇപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഒരു സംഭവം വന്നാ പോലീസുകാരനോട് ഞാൻ ചോദിക്കേണ്ടി വരും. അതിപ്പോ ചോദിച്ചില്ലേ പൂരപ്പറമ്പില്, അല്ലേ? ഇല്ല, ഞാൻ അങ്ങനെ കുറ്റം പറഞ്ഞതൊന്നുമല്ല കേട്ടോ. അദ്ദേഹത്തിന് അത് പറ്റിയൊരു അബദ്ധമായിരിക്കാം, ചെറുപ്പമല്ലേ, വരും. ബട്ട് ഹീ വിൽ ലേൺ ഫ്രം ദാറ്റ്. ഞാൻ അവിടെയും ചോദിച്ചത്, ഈ പൂരം ജനങ്ങളില്ലെങ്കിൽ പൂരം ഇല്ല.
ആ ജനത്തിനെ എന്തിനു തല്ലിയെന്നാണ് ഞാൻ ചോദിച്ചത്. അവരക്രമാസക്തരാവില്ല. പൂരപ്പറമ്പിൽ വരുന്ന ചെറിയ ഉത്സവപ്പറമ്പിൽ വരെ ഓടിച്ചിട്ടടിയും സോഡാ കുപ്പി എറിഞ്ഞ് പൊട്ടിക്കുകയും എല്ലാം ഉണ്ടാവും. പൂരപ്പറമ്പിലത് ഉണ്ടാകത്തില്ല. സൗഹൃദത്തിൻ്റെ പൂരമാണത്. അവന് വെടിക്കെട്ട് കാണുക, അവനെ റോഡ് വിട്ട് ഒരു ബൈ റോഡ്സിലേക്ക് കെട്ടി നിർത്തി അവൻ്റെ മുമ്പിൽ അവന് കണ്ണ് കാണാൻ പറ്റാത്ത തരത്തിൽ ബാരിക്കേഡ് വെച്ച് ഈ തുക്കടി സാഹിബന്മാർ മുഴുവൻ സ്വൈരവിഹാരം അതിനകത്തൂടെ. ഞാൻ ചെന്നാൽ എന്നെ അനുവദിക്കും MP ആണെങ്കിൽ. അവൻ്റെ ഒരു മനോവേദന ആലോചിച്ചിട്ടുണ്ടോ? അവനെയാണ് അടിച്ചിറക്കി ആ ബാരിക്കേഡിന് അപ്പുറത്താക്കുന്നത്. ഞാൻ ആരാ അത് ചെയ്യാൻ എന്ന് കാക്കിയിട്ടവും വിചാരിക്കണ്ടേ? അവനോട് നിർദ്ദേശിക്കുന്നവൻ തീരുമാനിക്കണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്, സോഷ്യലിസം ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ സോഷ്യലിസമാണ്. അല്ല രാഷ്ട്രീയത്തിന് എന്താണ് ചങ്ങലകിട്ട് വെക്കാവുന്ന സോഷ്യലിസം അല്ല. അയ്യോ, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതല്ല. അദ്ദേഹത്തിന് അങ്ങനെയൊന്നും ഇല്ല. അദ്ദേഹത്തിൻ്റെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി എന്നായിപ്പോയി. എനിക്ക് പക്ഷേ ആഗ്രഹമായിരുന്നു അടുത്ത വർഷം. ഞാനിപ്പം പെസോയായിട്ട് പീയൂഷ് ഗോയൽജി സംസാരിച്ച് അവരെന്നെ കാണാൻ വരുന്നുണ്ട്. ഈ സെഷന് ചെല്ലുമ്പോൾ അവരൊരു ദിവസത്തെ പാർലമെൻറ്റ് കഴിഞ്ഞുള്ള 3 മണിക്കൂർ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ജനങ്ങളിൽ ഇപ്പോൾ റിംഗ് റോഡിന് വെളിയിലുള്ള ബൈ റോഡിൻ്റെ മൗത്തിലാണ് ബാരിക്കേഡ് വെച്ചിട്ട് അവരെ നിർത്തുന്നത്. ഭയങ്കര അനീതിയാണ്. അവരെ ഒന്ന് ഈ റിംഗ് റോഡിൻ്റെ സെൻറ്ററിൽ കോൺ വെച്ചിട്ട്, അല്ലെങ്കിൽ നെഞ്ച് പൊക്കത്തിന് ബാരിക്കേഡ് വെച്ചിട്ട് അവരെ ആ റിംഗ് റോഡിൻ്റെ ഔട്ടർ ഹാഫിൽ ചുറ്റും നിർത്തി അവരെ ഇത് കാണിക്കാൻ പറ്റുന്ന ഒരു മെക്കാനിസം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെക്നിക്കലി അത് പോസിബിൾ ആവണമെങ്കിൽ ഈ ഫയർ വർക്സിൻ്റെ പ്ലേ ഏരിയയിൽ, ഫയർ പ്ലേ ആണത്. അപ്പോൾ ആ പ്ലേ ഏരിയയിൽ അതിനുള്ള ഫയറിൻ്റെ കൺവീനിയൻസ് നമ്മൾ കൊടുക്കണം. അതിൻ്റെ ഡേഞ്ചർ സിറ്റുവേഷൻ മാർക്സ് നമ്മൾ സ്ട്രോങ് ആക്കി വെക്കണം, സേഫ്റ്റി ഇഷ്യൂസ്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്ത് ചുറ്റും ഒരു റെഡ് പൈപ്പ് പോകുന്നുണ്ട്, വാട്ടർ ഡിസ്പെൻസർ. ഇതിനെയും കൂടി ആയുധമാക്കി വെച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു റോഡിൻ്റെ പകുതി, ആ റിംഗ് റോഡിൻ്റെ പകുതി വെക്കേറ്റ് ചെയ്യിച്ച് അവിടെ ഒരു കളക്ടർ നിൽക്കാൻ പാടില്ല, ഒരു പോലീസുകാരന് നിൽക്കാൻ പാടില്ല. കോൺ വെച്ച് ജനങ്ങളെ അതിനപ്പുറത്ത് നിർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം. പോലീസൊക്കെ നിൽക്കാം, പക്ഷേ അതിനൊരു മര്യാദ വേണം. ഞങ്ങൾ നടത്തുന്ന വെടിക്കെട്ട് എന്ന് പറയുന്ന ധ്വനി ഭരണത്തിന് വരരുത്. ജനങ്ങളുടെ പണം കൊണ്ട് തന്നെ നടത്തുന്നതാണ്. ഇതുകൊണ്ട് ഒരുപാട് എക്കോണമി ഉണ്ട് അവിടെ. 10-40 ദിവസം പലരും കച്ചവടം പൊട്ടിപൂരമാണ് അല്ലേ? ഇതൊന്നും വേണ്ടെന്ന് വെച്ചാൽ കുടമാറ്റമില്ല ഈ വർഷം എന്ന് ദേവസ്വങ്ങൾ തീരുമാനിച്ചാൽ 2 ദിവസം തീരുമാനിച്ചാൽ മതി. എന്ത് ചെയ്യും? എന്തിൻ്റെ പേരിൽ നിങ്ങൾ കച്ചവടം നടത്തും? എന്തിൻ്റെ പേരിൽ നിങ്ങൾ പ്രിന്റ് മീഡിയയിൽ എന്ത് പ്രിന്റ് ചെയ്യും? അതാ പറഞ്ഞത്. അപ്പോൾ അത് അതെ, അതിന് അമെൻമെൻറ്റ് വന്നില്ലേ? അത് നിങ്ങളുടെ സർക്കാരിനോട് പറ. അവിടെ അമെൻമെൻറ്റ് വന്നു. അവിടെ സോൻപൂർ മേള നടക്കാൻ പോകുന്നു, അസമിൽ നടക്കാൻ പോകുന്നു. അവിടുന്ന് ആൾക്കാർ ആനയെ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ബോർഡറിൽ നിൽക്കും. NOC കൊടുക്കേണ്ടി വരും. അതേ റവന്യൂ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കാം. ഡു ഇറ്റ്. പക്ഷേ ഒരു കാര്യം അതിൻ്റെ കൂടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു ആനയുടെ പുറത്തൊരു പിന്നിൻ്റെ മുറിവ് പോലും ഉണ്ടാവാൻ പാടില്ല. അത് സൃഷ്ടിക്കുന്നവന് തൂക്കിലേറ്റുന്നതിനുള്ള നിയമം സൃഷ്ടി ഉണ്ടാവണം. ഒരു കോസ്മിക് ലോ എന്ന് പറയുന്ന ഒന്നുണ്ട്. ശബരിമലയ്ക്ക് 2017 ശേഷം എന്തെങ്കിലും സംഭവിച്ചോ? നടക്കുന്നില്ലേ? പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഭക്തർ വരുന്നില്ലേ? ഉണ്ട്. അത് എന്തുകൊണ്ടാണ്? ഇല്ലല്ലോ, നമ്മുടെ സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ലേ, നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. എന്നാൽ അങ്ങേപോലെ ഒരു പത്രക്കാരനത് ചോദിക്കാനേ പാടില്ല. നിങ്ങൾ നോക്കൂ, എൻ്റെ പെർമിയബിലിറ്റി എത്രയാണ്, എന്താണ്, എവിടെയൊക്കെയാണ്. പെർമിയബിലിറ്റി ഈസ് ദർ. യു ഹാവ് ടു റെസ്പെക്ട് കോഓപ്പറേറ്റീവ് ഫെഡറലിസം. In movies, you are not to be. You have
played most of the characters like superhuman, who makes things, impossible things possible. And for BJP also you have done the same thing now. So I don't think so. It was never impossible. It was possible. Time was the factor. The duration which was required was taken for making it happen. There is no superhuman touch to this. Not at all. Please don't misdemeanor it. I think even in films, I don't think I have done much of those superhuman roles. No. I have stood the ground. I have stood to the ground. Even my characters have been very local, addressing local issues. I think that has slowly crept into my character and the timber of my mental behavior pattern, whether it is accepting substances which relate to the life of the people and co-reacting. They are already on that reacting scale. I just join them. It's co-reaction. I never sway away from the intent of the people. I never turn it political. Like as in Karuvannur, it was the people's foray. I joined that foray. That's all. How can you call that superhuman? No. സാധാരണക്കാർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പക്ഷെ പറ്റാത്ത കാര്യങ്ങൾ അത് നടത്തി തരുന്ന നായകൻ, അങ്ങനത്തെ നായകനായിരുന്നു. അല്ല, സാധാരണക്കാരാഗ്രഹിച്ചത് നടത്തിക്കൊടുത്ത നായകൻ, അത്രയേ ഉള്ളൂ. പറ്റാത്തത് എന്നല്ല. പറ്റാത്തത് ഇപ്പോഴും പറ്റുമോ അവർക്ക്? സാധാരണക്കാരൻ അങ്ങനെ ഒരു നിലയിലെത്തുമ്പോഴല്ലേ സാധ്യമാവുന്നത്. അതല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം എനിക്ക് എല്ലാ പാർട്ടികളിലും നല്ല വ്യക്തികളുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. അത് ലീഡർ ശ്രീ കരുണാകരനായാലും സഖാവ് ഇ കെ നായനാരായാലും സഖാവ് അച്യുതാനന്ദൻ. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 30 വയസ്സുള്ള ചെറുപ്പക്കാരനായിരുന്നു അച്യുതമേനോൻ സഖാവ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും എനിക്ക് അടുപ്പം ഉണ്ടായെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. അപ്പം അവരെ കൊണ്ട് എന്താണോ ജനങ്ങൾക്ക് സാധ്യമാകേണ്ടത് അത് സാധിച്ചെടുക്കാൻ വേണ്ടി ഞാൻ നടന്നിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിനും ആരെയും ഇന്ന് വരെ അപ്രോച്ച് ചെയ്തിട്ടില്ല. നോട്ട് ഈവൻ മൈ പ്രൈം മിനിസ്റ്റർ. നോട്ട് അട്രാക്റ്റഡ്. സി, ഞാനിതിപ്പോൾ പറയുമ്പോഴത്തേക്ക് ഉടനെ അതൊരു വിമർശനം പോലെ അല്ല. സി, 47 സ്റ്റുഡൻസാണ് ഞങ്ങൾ അതിലുണ്ടായിരുന്നത്, ഡിഗ്രിയിലുണ്ടായിരുന്നു. പ്രീ ഡിഗ്രിയിൽ ഏതാണ്ട് 120 പേരോ 127 പേരോ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേ ഈ ഒരു അഫിനിറ്റി ഉണ്ട്. കാരണം മുഴുവൻ സ്കൂളുകളിൽ നിന്ന് വന്ന്, സാധാരണ സ്റ്റേറ്റ് സ്കൂളുകളിൽ നിന്ന് വന്ന് അവരാണ് കൂടുതൽ. ഞങ്ങളാകെ 12 പേരാണ് ICSE സ്കൂളിൽ നിന്ന്, ഇൻഫൻറ്റ് ജീസസിൽ നിന്ന് വന്ന്. ട്രിനിറ്റി ലൈസിയത്തിൽ നിന്ന് 3-4 പേര്. അതുപോലെ ബാംഗ്ലൂരിലും മറ്റുമൊക്കെ പഠിച്ച ഇതുപോലെ ICSEക്കാർ വന്നത് ഡിഗ്രിക്കാണ്. പ്രീ ഡിഗ്രിക്ക് വന്നത് ഒരു 3-4 പേര്. അങ്ങനെ എല്ലാം കൂടെ ഒരു 16-17 പേരിൻ്റെ കൂടെയാണ് ഈ പറയുന്ന ബാക്കി 110 പേരില്ലെങ്കിൽ 100 പേര് നിൽക്കുന്നത്. അവർക്കെല്ലാം ഈ പറയുന്ന പൊളിറ്റിക്കൽ ഒരു ടിൻറ്റ് എന്ന് പറയുന്നത് ഇസ് വാട്ട് ദേ അക്വയർഡ് ത്രൂ ദെയർ ഫൈനൽ ഇയേഴ്സ് ഇൻ സ്കൂൾ, വിച്ച് വാസ് for very obvious reasons it was the left parties who had an upper hand. ആ കാലവും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവർ വന്ന് അവരങ്ങോട്ട് എന്തെങ്കിലും ഒരു സമരം വിളിക്കുമ്പോൾ നമ്മൾ അവരുടെ കൂടെ നിന്നു. അപ്പോൾ ഫാസിനേഷനാണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ആ പ്രായത്തിലൊക്കെ പ്രേമം എന്ന് പറയുന്നത് യു വിൽ നോട്ട് കോൾ ഇറ്റ് റൊമാൻസ് ഓർ പ്രേമം, ഇറ്റ് ഈസ് ഇൻഫാച്യുവേഷൻ അല്ലേ, ഓഫ് ദി ഇമ്മച്വർ മൈൻഡ്സ്, അല്ലെങ്കിൽ നോട്ട് സോ മെച്വർ ഇനഫ് മൈൻഡ്സ്. അത്രയേ ഉള്ളൂ. പൊളിറ്റിക്സും അത്രയേ ഉള്ളൂ. സംഘം ചേരൽ. എൻ്റെ സുഹൃത്ത് SFI ആണ്, ഞാനും SFI ആണ്. ഇത് ഐഡിയോളജിയോടുകൂടി എനിക്ക് സോഷ്യലിസം മാത്രമാണ് തോന്നിയിട്ടുള്ളത്.
ഒരു പൊളിറ്റിക്കൽ ഡെലിവറർ ഷുഡ് ബി എ സോഷ്യലിസ്റ്റ്. അയാൾ ഏത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായാലും ഹീ ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് ദ സോയിൽ ആൻഡ് ദി every object or properties that the soil will present, be it maram, manushan, mrugam or anything. എല്ലാം മായാണ്. മണ്ണ്, മരം, മനുഷ്യൻ, മൃഗം, അല്ലേ? അപ്പോൾ ഈ ഒരു സബ്സ്റ്റൻസിന് നമുക്കെങ്ങനെ കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കും? അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഒരു ഡെലിവറർ ആവാൻ പറ്റൂ. ഇഫ് യു കോൾ ദാറ്റ് ഡെലിവറർ എ പൊളിറ്റീഷ്യൻ or a politician chosen to join the governance or the steering group, then he has to be a socialist. അന്ന് 80-ലാണ്. ആ സമയമായപ്പോഴൊക്കെയാണ് ഞാൻ തെറ്റുന്നത്. അത് ശ്രീകുമാർ എന്ന് പറയുന്ന സഖാവ് ശ്രീകുമാറിൻ്റെ മരണത്തോടെയാണ്, കൊലപാതകമായിരുന്നു. പക്ഷെ അന്ന് താങ്കളുടെ കൂടെ പഠിച്ചു വരും, പിന്നെ താങ്കളുടെ അവിടെ കോളേജിൽ അധ്യാപകരായിരുന്ന ഒരു ജോർജ് ഡി ക്രൂസ് ഓർമ്മയുണ്ടാവും. അതെ, അദ്ദേഹം താങ്കൾ ഇത് മുമ്പ് ഒരിക്കൽ പറഞ്ഞപ്പോൾ അദ്ദേഹം FB ഇപ്പൊ ജൂൺ 10-ം തീയതി അദ്ദേഹം എഴുതിയിരിക്കുന്നു, താങ്കൾ ഒരു കാലത്തും SFI ഉണ്ടായിരുന്നില്ല, ഒരു ഇൻഡിപെൻഡന്റ് ആയിരുന്നു. അത് എന്താ യാഥാർത്ഥ്യം? അല്ല, അതിനൊന്നും മറുപടി പറയാനില്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. യു ആസ്ക് അബൌട്ട് മീ. ഈ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ അവരൊക്കെ അങ്ങനെ പലതും പറയും. ഇപ്പോഴും വേറെ ഒരാൾ കണ്ണൂരിന്ന് എന്തോ പറഞ്ഞിട്ടില്ലേ? ഡു യു തിങ്ക് ഐ എം ഓബ്ലിഗേറ്റഡ് ടു ആൻസർ സച്ച് ക്രാപ്പ്? നോ, വെരി സോറി. സുരേഷ് ഗോപി എന്ന വ്യക്തിയെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ ആസ് എ പൊളിറ്റീഷ്യൻ ആൻഡ് ആസ് എൻ ആക്ടർ ഹൃദയം കൊണ്ട് സമ്മതിക്കുന്ന ഒരാളായിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അത് അങ്ങനെ തന്നെയാണ്, പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. എൻ്റെ നേച്ചർ അത് തന്നെയാണ്. അതിന് തമിഴിലൊരു വാക്ക് MGR പറയും, അത് രജനീകാന്തും പറയും. രണ്ടുപേരും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്സ് ആണ്. ഫോർ ബീയിങ് ഹ്യൂമൻസ്, ഈവൻ ജയലളിത, ഇത്രയും പേരേ ഉള്ളൂ. പിന്നെ കാമരാജ് ഇസ് കോൺഗ്രസ്. അണ്ണാദുരൈ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. ആരാധന തന്നെയാണ്. അതങ്ങനെ, അതിനകത്ത് രാഷ്ട്രീയം നോക്കാനൊക്കത്തില്ല. ഇൻഡിവിജ്വൽസ് കൗണ്ട് ആൻഡ് ഓൾ ദറ്റ് ഫോംസ് as glitter to any party is the glitter transferred from such individuals. അങ്ങനെ വരുന്നതാണ് ആ പാർട്ടിയുടെ ഫലം. അപ്പം കാമരാജിൻ്റെ കോൺഗ്രസ് എന്നാണ് എനിക്ക് സ്നേഹം വരുന്നത് കോൺഗ്രസിനോട്. ലീഡറുടെ കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസിനോടായിരുന്നു എനിക്കിഷ്ടം. ഇഷ്ടമേ ഉള്ളൂ. ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ? ഇല്ല. ഐ വാസ് നോട്ട് കോൺഗ്രസ്. SFI ഞാൻ എന്താ ആദ്യം പറഞ്ഞ? I was in that group. Membership illa. Let them prove.